ശബരിമലയിലെ വൻ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയം. തിക്കിലും തിരക്കിലും വലഞ്ഞു ഭക്തർ. ശബരിമല നട തുറന്ന ശേഷം എത്തിയത് 2 ലക്ഷം ഭക്തർ. ദർശന സമയം നീട്ടി. ദർശനം കിട്ടാതെ പല ഭക്തരും മടങ്ങി. തിരഞ്ഞെടുപ്പായതിനാൽ ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ മന്ത്രിക്ക് അനുമതിയില്ല. ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 മാത്രമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ആശങ്ക വേണ്ടെന്ന് DGP. കോഴിക്കോട് പയ്യോളിയിൽ പ്രവാസി ദമ്പതികളിൽ നിന്നും 1,51 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തതായി പരാതി. തുക തട്ടിയത് പോപ്പുലർ ഫ്രണ്ടുമായി പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തി. പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ഹമാസ് മോഡൽ സ്ഫോടന പരമ്പര. പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുക്കും. അറസ്റ്റിലായ ജസീർ ബിലാൽ വാനിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹിയിൽ കോടതികൾക്കും സ്കൂളുകൾക്കും ബോംബ് ഭീഷണി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. 5 കോടി ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കൈമാറും. രാംലീല മൈതാനിയിൽ മഹാസമ്മേളനം നടത്താനും ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ തീരുമാനം. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ ഹിയറിംഗ് നടന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ 4ാം പ്രതി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് വേണ്ടെന്ന് കോടതി നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളക്കേസ് 4ാം പ്രതി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് വേണ്ടെന്ന് കോടതി നിർദ്ദേശിച്ചു. 2019 കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് S. ജയശ്രീ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ 4ാം പ്രതിയായ S. ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നാണ് ജയശ്രീയുടെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളും പാളികളും ചെമ്പന്ത് രേഖപ്പെടുത്തി നൽകിയ 2019 ഉത്തരവിൽ ഒപ്പുവെച്ചത് അന്നത്തെ സെക്രട്ടറി ജയശ്രീ ആണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദം. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴുള്ള സ്വാഭാവിക നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി അടുത്ത വാദം കേൾക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 പേർക്കും മാത്രമേ അനുവദിക്കൂ. കൂടുതൽ പേർ എത്തിയാൽ അടുത്ത ദിവസം ദർശനം നടത്താൻ കാത്തു നിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീജിത്ത് നമ്മോടൊപ്പമുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ പോട്ടെ, ഒരു 10 പേരും കൂടെ, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ. അത് ബോധപൂർവം ഉണ്ടായതാണ്, അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല. അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവരെ ബെയിലി പാലം വഴി കുറച്ച് പേരെ വിട്ടു. അവർ ക്യൂ വഴി വന്നവരല്ല, അവരിവിടെ കൂടെയൊക്കെ ചാടി വന്നവരാണ്. അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബെയിലി പാലം വഴി വിട്ടു. കുറച്ച് പേര് ഇവിടെ വന്നു. ശബരിമലയിലെ തിരക്ക് നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ഇന്നലെ മുതലാണ് തിരക്ക് വർദ്ധിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തിയതായും DGP അറിയിച്ചു. കാനനപാത ഭക്തർ ഒഴിവാക്കണം. നിലവിൽ ആവശ്യത്തിനുള്ള പോലീസ് ശബരിമലയിൽ ഉണ്ട്. കേന്ദ്രസേന ഉടനെത്തും. വെർച്വൽ ക്യൂവിനൊപ്പം സ്പോട്ട് ബുക്കിംഗിലൂടെ കൂടുതലായി ഭക്തർ എത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നും DGP ചൂണ്ടിക്കാട്ടി. കോട്ടയം, പത്തനംതിട്ട ഇടത്താവളങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുമെന്നും DGP അറിയിച്ചു. ശബരിമലയിലെ പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനമെന്ന AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സ്വന്തക്കാരുടെ അഴിമതി മറച്ചുവെക്കാനുണ്ടായ ശ്രമങ്ങൾക്കിടയിലുള്ള പിടിപ്പുകേടാണ് ഇപ്പോൾ സന്നിധാനത്ത് കാണുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ ആരോപിച്ചു.
സീസണിന് മുമ്പേ ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുള്ളതാണ്. അതിനൊരു സിസ്റ്റം ഉണ്ട് കേരളത്തിൽ. സ്റ്റേറ്റ് സർക്കാർ മോണിറ്റർ ചെയ്യുന്ന എല്ലാ ഏജൻസികളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കോർഡിനേറ്റിംഗ് എഫേർട്ട്, ആ എഫേർട്ടിന് അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അവർക്ക് ഈ സ്വർണ്ണക്കടത്തുകാരെ രക്ഷിക്കാനും അത് കവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നില്ല. പ്രവൃത്തി ചെയ്യാൻ അവർക്ക് എവിടെയായിരുന്നു സമയം? ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് കംപ്ലീറ്റ്ലായിട്ടുള്ള ഉത്തരവാദിത്വമായിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് മതിയായ സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇന്നത്തെ കാഴ്ച എന്താണ്? എന്ത് ദയനീയമായ കാഴ്ചയാണ് ഇത്. പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെൻറ് നിരുത്തരവാദിത്തമായ സമീപനം കൊണ്ടുണ്ടായതാണ്. അതുമാത്രമല്ല, സ്വർണ്ണക്കടത്ത് മൂലം ഉണ്ടാക്കിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തെ അവരെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തതിനുകൊണ്ടുണ്ടായ സാഹചര്യമാണ്. ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടെന്നും ഹൈക്കോടതി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഭയാനക സാഹചര്യത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഒരുക്കാത്തതിനെ തുടർന്ന് ദർശനം കഴിഞ്ഞവർക്ക് നടപ്പന്തൽ വിട്ട് പുറത്തേക്ക് പോകാനാകാത്ത അവസ്ഥയാണ്. ഭക്തർക്ക് കുടിവെള്ളം നൽകാനുള്ള സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല. തിരക്ക് നിയന്ത്രിക്കാനും തീർത്ഥാടനം സുഗമമാക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രൻ. ഭക്തർക്ക് കുടിവെള്ളം പോലും കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയാണ്. കെ. ജയകുമാറിനെ പ്രസിഡന്റാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സർക്കാർ നീക്കം. വാസുവിന്റെ അറസ്റ്റോടെ അന്വേഷണം നിലച്ചു. പത്മകുമാറിനെ ചോദ്യം ചെയ്യാതാൽ അന്വേഷണം കടകംപള്ളിയിലേക്കും വി.എൻ. വാസവനിലേക്കും എത്തുമെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമലയിൽ നടക്കുന്നു. അയ്യപ്പ ഭക്തന്മാരോട്, ശബരിമല തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാർ കുടിവെള്ളമില്ല. 6-7 മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല. കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. പമ്പയിൽ വിരിവയ്ക്കാൻ സൗകര്യമില്ല, തർപ്പണത്തിനുള്ള സൗകര്യമില്ല. പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു. തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല. ശൗചാലയങ്ങൾ. സർക്കാർ തീർത്ഥാടകരെ ചതിക്കുകയാണെന്ന് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. ശബരിമലയിൽ ഭക്തജനങ്ങൾക്കൊരു സൗകര്യവുമില്ല. തിരക്ക് കണ്ട് പ്രസിഡന്റ് പകച്ചു നിൽക്കുകയാണ്. ശബരിമലയിലേക്ക് ഭക്തന്മാർ വരാതിരിക്കാനുള്ള കാര്യമാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. ആചാരത്തെ തകർത്തും ദ്വാരപാലക സ്വർണം മോഷ്ടിച്ച് അഴിമതി നടത്തുന്ന ദേവസ്വത്തിനെതിരെ ബി.ജെ.പി. ഒപ്പുശേഖരണം നടത്തുമെന്നും ബി. ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയെ നശിപ്പിക്കുകയാണ് ഇടതുപക്ഷം. ശബരിമലയെ ഭക്തന്മാർ വരാതിരിക്കാനുള്ള കാര്യമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. ഭക്തന്മാരെ വഞ്ചിക്കുകയാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ആചാരത്തെ തകർത്തു. കട്ടളയും ദ്വാരപാലകരും സ്വർണവും മോഷ്ടിച്ചു. ഇപ്പം കുടിവെള്ളം കൊടുക്കാതെ, വിരിവെക്കാൻ സ്ഥലമില്ലാതെ ഭക്തജനങ്ങൾ കൂട്ടത്തോടെ ശബരിമലയിൽ നിന്ന് തൊഴാൻ പറ്റാതെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് വാർത്ത. ഏറ്റവും അവസാനത്തെ വാർത്ത അതാ. തൊഴാൻ പറ്റാതെ പന്തളത്ത് പോയിട്ട് തൊഴുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിട്ട് മാറുകയാണ്. കോഴിക്കോട് പയ്യോളിയിൽ പ്രവാസി ദമ്പതികളിൽ നിന്നും 1,51,00,000 രൂപ ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തതായി പരാതി. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടുമായി പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയാണ് തുക തട്ടിയെടുത്തത്. ഇഡിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഓൺലൈൻ തട്ടിപ്പ്. പണം നഷ്ടമായതോടെ ഓൺലൈൻ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അടഞ്ഞു. ബാങ്ക് അധികൃതർ പ്രവാസി ദമ്പതികൾക്ക് ഇത് ചതിയാണെന്ന സൂചനയും നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് ദമ്പതികൾ തുക നൽകിയത്. പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരി കാറിടിച്ച് കോമയിലായ കേസിൽ കുട്ടിക്ക് 1.15 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി. വടകര MACD കോടതിയാണ് കേസ് തീർപ്പാക്കിയത്. ഇൻഷുറൻസ് കമ്പനി തുക നൽകണമെന്നാണ് വിധി. ഹൈക്കോടതിയുടെ ഇടപെടലാണ് കേസിൽ നിർണായകമായത്. 2024 ഫെബ്രുവരി 17 രാത്രിയിലാണ് ഷജീർ എന്ന ആൾ ഓടിച്ച കാർ
ദൃഷാന എന്ന 9 വയസ്സുകാരിയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത്. ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ബേബി മരിച്ചു. ദൃഷാന കോമയിലാണ്. കുട്ടിയുടെ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് രക്ഷിതാക്കൾ. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. ചീഫ് സെക്രട്ടറിയാണ് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം. ഇതേ ആവശ്യമുന്നയിച്ച് മുസ്ലിം ലീഗ് നിലവിൽ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നതെന്നും കോടതിയെ സമീപിക്കാനും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി A. ജയതിലകാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നടപടികൾ നീട്ടിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ടു പോകുന്നതിനാൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിൽ SIR ഉണ്ടാക്കുന്നതെന്നാണ് സർക്കാർ നിലപാട്. BLOമാരുടെ ജോലിഭാരം സംബന്ധിച്ച് ഉയർന്ന വിമർശനങ്ങളും സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. SIRനെതിരെ കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കേരളത്തിൽ SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ SIR നടത്തരുതെന്നാണ് ആവശ്യം. വിവിധ സംസ്ഥാനങ്ങളിലെ SIRുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാവുന്നതാണെന്നും ഒന്നിച്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി ബീഹാറിന്റെ വിഷയത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. SIRുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ നിലവിൽ കോടതിക്ക് മുന്നിലുണ്ട്. സമാന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. BLO അനീഷിന്റെ മരണം ഉൾപ്പെടെയുള്ളവ ലീഗ് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഡിസംബർ 4 വരെയാണ് കേരളത്തിൽ SIRന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് SIR നടപടികൾ മുന്നോട്ടു പോകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. BLOമാർക്ക് പുതിയ ടാർജറ്റുമായി മലപ്പുറം ജില്ലാ കളക്ടർ. നവംബർ 20-നകം എനിമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. 26-ന് മുൻപായി ഫോം സ്വീകരിച്ച് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം. ഫോം വിതരണം ചെയ്ത് പൂരിപ്പിച്ച് വാങ്ങി എൻട്രി ചെയ്യുന്നതിന് ഡിസംബർ 4 വരെ സമയമുണ്ടായിരിക്കെയാണ് പുതിയ നിർദ്ദേശം. എന്നാൽ BLOമാരെ സഹായിക്കാനാണ് ഉത്തരവിറക്കിയതെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് IAS പറഞ്ഞു. ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. വ്യക്തമായ മറ്റൊരു ഉത്തരവ് ഇന്നിറക്കുമെന്നും BLOമാരെ സഹായിക്കാനായി വില്ലേജ് തലത്തിൽ പ്രത്യേക ക്യാമ്പുകൾ തയ്യാറാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും പ്രചാരണവും ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. 5 കോടി ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കൈമാറും. രാംലീല മൈതാനിയിൽ മഹാസമ്മേളനം നടത്താനും ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. 12 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നേതാക്കളാണ് ഇന്ദിരാഭവനിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്നും KPCC നേതൃത്വത്തെ പ്രതികരിച്ച് വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA യോഗത്തിൽ പങ്കെടുത്തു. പോണ്ടിച്ചേരിയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി TN പ്രതാപനും യോഗത്തിലുണ്ടായിരുന്നു. കേരളം, തമിഴ്നാട്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടപടികൾ പുരോഗമിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആരുടെയും ചട്ടുകമായി മാറരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തന്നെ വൈകിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. വോട്ടർ പട്ടികയിൽ പലരുടെയും പേരുകൾ വിട്ടുപോയി എന്ന പരാതി ഉയരുന്നുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ ഗൗരവത്തോടെ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വൈകിയത് തന്നെ തെറ്റായിപ്പോയി. ഇപ്പം എന്താ സ്ഥിതി? പല സ്ഥലത്തും, 1-2 സ്ഥലങ്ങളിലല്ല, വളരെ വ്യാപകമായി ആളുകളുടെ പേരുകൾ വിട്ടുപോകുന്നുള്ള പരാതിയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് വിട്ടുപോയ ആളുകൾ സാക്ഷ്യപത്രം കൊടുത്താൽ അവർക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം. വ്യാപകമായ പരാതികൾ ഉയർന്നു വരികയാണ്. അല്ല, അങ്ങനെ ആരുടെയും ചട്ടുകമായി മാറാൻ പാടില്ല. അല്ല, ഞങ്ങൾ ഏതായാലും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെല്ലാം വോട്ടർ പട്ടികയിൽ ആളുകളുടെ പേര് മാറിയിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട് പരിശോധിക്കാൻ പാർട്ടി തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് പരിശോധിച്ച ശേഷമേ അക്കാര്യത്തിൽ മറുപടി പറയാൻ പറ്റൂ. ഡൽഹിയിൽ കോടതികൾക്കും സ്കൂളുകൾക്കും നേരെ ബോംബ് ഭീഷണി. പട്യാല ഹൗസ് കോടതി ഉൾപ്പെടെ 3 കോടതികൾക്കും CRPF സ്കൂൾ ഉൾപ്പെടെ 2 സ്കൂളുകൾക്കും നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ജെയ്ഷെ മുഹമ്മദിന്റെ പേരിൽ ഇമെയിൽ സന്ദേശമായാണ് ഭീഷണി എത്തിയത്. ബോംബ് സ്ക്വാഡും പ്രത്യേക സംഘവും അന്വേഷണം നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികളെ ഹാജരാക്കുന്ന കോടതിയാണ് പട്യാല ഹൗസ് NIA കോടതി.
ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഹമാസ് മോഡൽ ആക്രമണം. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള സ്ഫോടന പരമ്പരയായിരുന്നു ലക്ഷ്യം. അതേസമയം കേസിലെ പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. കൂടുതൽ ആളുകളുടെ പങ്കറിയാൻ അമീറിനെ വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ തുർക്കിക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ ഭീകരവാദികളായ ഡോക്ടർമാർ എത്തിയിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. അതിനിടെ അറസ്റ്റിലായ ജസീർ ബിലാൽ വാനിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ചാവേറായി മാറിയ ഡോക്ടർ ഉമർ നബിക്ക് ആവശ്യമായ മുഴുവൻ സഹായവും ചെയ്തു കൊടുത്തത് അനന്തനാഗ് സ്വദേശിയായ അമീർ റാഷിദ് അലിയാണ്. നിർദ്ദേശങ്ങൾ നൽകിയതും സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 കാർ വാങ്ങിയതും റാഷിദ് അലിയാണ്. മാത്രമല്ല ഏതു തരത്തിലായിരിക്കണം സ്ഫോടനമെന്നും നിർദ്ദേശം നൽകി. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ റാഷിദ് അലിക്ക് നിർണായക പങ്കുണ്ട്. റാഷിദ് അലിയുടെ നേതൃത്വത്തിൽ ഹമാസ് രീതിയിലുള്ള ആക്രമണമാണ് രാജ്യതലസ്ഥാനത്ത് ഭീകരവാദികൾ ലക്ഷ്യമിട്ടത്. ചെറു ഡ്രോണുകളിൽ ക്യാമറയും സ്ഫോടക വസ്തുക്കളും ഘടിപ്പിച്ച് തന്ത്രപ്രധാന മേഖലകളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതി. ചെറിയ റോക്കറ്റുകളും ഇതിനായി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. എന്നാൽ ഫരീദാബാദിൽ നിന്ന് ഡോക്ടർമാർ അറസ്റ്റിലായതോടെയാണ് പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കാതെ വന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത് ജമ്മുകശ്മീർ തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ നിർണായക നീക്കമാണ് വലിയ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത്. ഒരേ സമയം പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ചാവേർ സംഘത്തിന്റെ പദ്ധതി. ജമ്മുകശ്മീരിലും മറ്റു സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് റാഷിദ് അലിയെ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഡൽഹിക്ക് പുറമെ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നോ എന്ന വിവരവും തേടുന്നുണ്ട്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുകൂടി ഭീകരർ പിടിയിലായതാണ് ഇത്തരമൊരു നീക്കം ദേശീയ അന്വേഷണ ഏജൻസിയും ബന്ധപ്പെട്ട വിഭാഗങ്ങളും സംശയിക്കുന്നത്. റാഷിദ് അലിയെ ഷഹീൻ സെയ്ദ്, ആദിൽ അഹമ്മദ് എന്നിവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. പ്രതികളായ ഡോക്ടർമാർ തുർക്കി സന്ദർശിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പുറമെ കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അക്കാര്യങ്ങൾ സംബന്ധിച്ചും കൂടുതൽ പരിശോധന അന്വേഷണ ഏജൻസികൾ നടത്തും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അൽ-ഫലാഹ് നടത്തിപ്പിൽ നിരവധി സംശയങ്ങളുമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും ട്രസ്റ്റുകളുടെ വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഒരേ മേൽവിലാസത്തിൽ 9 ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്താണ് സർവകലാശാലയുടെ പ്രവർത്തനമെന്ന് ഏജൻസികൾ കണ്ടെത്തി. ഡയറക്ടർമാരുടെ ഒപ്പുകളിലും KYC രേഖകളിലും ക്രമക്കേടെന്നും സൂചന. അതിനിടെ ചാവേറായി മരിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് പറയുന്ന ഡൽഹിയിൽ കൊല്ലപ്പെട്ട ചാവേർ ഉമർ നബിയുടെ വീഡിയോയും പുറത്തുവന്നു. അൽ-ഫലാഹ് സർവകലാശാലയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർവകലാശാലയുടെ പ്രധാന കേന്ദ്രത്തിലും മറ്റ് സ്ഥാപനങ്ങളിലും ട്രസ്റ്റികളുടെ വീടുകളിലും പരിശോധന നടത്തിയത്. പുലർച്ചെ 5 മണി മുതൽ 25 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. ഗുരുതരമായ ക്രമക്കേടുകൾ സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. സർവകലാശാലയുടെ സാമ്പത്തിക സ്രോതസ് 9 ഷെൽ കമ്പനികളാണ്. ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒറ്റ മേൽവിലാസത്തിലാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സർവകലാശാല ഓഫീസുകളുടെ വിലാസത്തിൽ പറയുന്ന സ്ഥലങ്ങളിൽ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആളുകളുടെ സാന്നിധ്യമോ ഇല്ലെന്നാണ് ED നൽകുന്ന സൂചന. ഒരേ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സുമാണ് പല കമ്പനികൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുണ്ടെങ്കിലും HR രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഭൂരിഭാഗം സ്ഥാപനങ്ങളും PF ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമല്ല. അതിനിടെ ചെങ്കോട്ടയിൽ ചാവേറായി മാറിയ ഡോക്ടർ ഒമർ നബിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്ഫോടനത്തിന് മുമ്പ് ചിത്രീകരിച്ച വീഡിയോയിൽ ചാവേർ ആക്രമണത്തെക്കുറിച്ച് ലോകത്തുള്ളത് തെറ്റായ ചിന്താഗതിയാണെന്ന് ഒമർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാവേറായി മരിക്കുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് ആക്രമണത്തിനു മുമ്പ് ഉമർ ന്യായീകരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തിനപ്പുറത്തേക്ക് മാനസികമായി ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തെ ക്രൂരകൃത്യത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നീക്കം ഭീകര സംഘടനകൾ നടത്തിയെന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥി VM വിനുവിന് കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടില്ലാത്തതിന്റെ തെളിവുകൾ പുറത്ത്. അതേസമയം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തുവെന്ന് VM വിനു വീണ്ടും ആവർത്തിച്ചു. VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം തുലാസിലായതോടെ UDF സമാന്തര നീക്കം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി കമനക്കടി ബിന്ദുവിനും വോട്ടില്ല. UDF സ്ഥാനാർത്ഥി VM വിനു 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തില്ലെന്ന തെളിവുകൾ പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലായി. മലാപ്പറമ്പ് ഡിവിഷൻ പരിധിയിൽ കഴിഞ്ഞ തവണയും വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ലായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തിരുന്നെന്ന് വിനു ആവർത്തിച്ചു. ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ എത്ര 4
മകനോ ഒന്ന് വോട്ടുണ്ടായിരുന്നു? മകനുണ്ടായിരുന്നു. അല്ല, മകനൊന്നും സ്ഥലത്തില്ല. രണ്ടുപേരും വോട്ട് ചെയ്ത ഭാര്യയും ഞാൻ. VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിൽ ഗൂഢാലോചനയുണ്ടെന്ന് DCC പ്രസിഡന്റ് ആരോപിച്ചു. ഇതിപ്പോ ബിന്ദുവിന്റെ വിനോട്ടും ഞങ്ങൾ സ്ഥാനാർത്ഥിയുണ്ടല്ലേ, ഇവിടെ ലംഘിക്കപ്പെട്ടത് മൗലിക അവകാശമാണ്. ബീഹാറിലും ഹരിയാനയിലും BJP നടത്തിയ വോട്ട് ചോറുകളുടെ ചോർ CPM നേതൃത്വത്തിൽ കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ നടന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി കമ്മനക്കണ്ടി ബിന്ദുവിന്റെ പേരും അന്തിമ വോട്ടർ പട്ടികയിലില്ല. VM വിനുവിന് വോട്ട് ഉറപ്പാക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഈ വോട്ടില്ല എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ എല്ലാവർക്കും വോട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ബാധ്യത CPMൻ്റെതല്ല. തൻ്റെ വോട്ടർ പട്ടിക പരിശോധിച്ച് എനിക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കൽ സാധാരണ ഒരു സാമാന്യ ഒരു പൊതുപ്രവർത്തകൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് സംബന്ധിച്ച് വിനുവും ബിന്ദുവും തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. VM വിനു ജില്ലാ വരണാധികാരിക്ക് ഇന്നലെ പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി BJPയിൽ ചേർന്നു. BJP കൾച്ചറൽ സെൽ നേതൃയോഗ വേദിയിൽ വെച്ച് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഊർമിള ഉണ്ണിയെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തന്റെ മനസ്സെപ്പോഴും BJPക്കൊപ്പമാണെന്ന് ഊർമിള ഉണ്ണി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളാണ് ഏറെ ആകർഷിച്ചതെന്നും ഊർമിള ഉണ്ണി പ്രതികരിച്ചു. ആലപ്പുഴ CPMൽ വീണ്ടും പൊട്ടിത്തെറി. മുനിസിപ്പാലിറ്റിയിലെ വലിയമരം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ CPM അംഗം മത്സരരംഗത്ത്. CPM മത്സരിക്കാൻ സജ്ജമായ വാർഡിൽ യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെ ഘടകകക്ഷിക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് DYFI മേഖലാ ട്രഷററും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ ജോയിന്റ് സെക്രട്ടറിയും ADS ചെയർപേഴ്സൺ പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് സെക്രട്ടറിയുമായ ഷാഹിദ ഉനൈസ് ആണ് മത്സരരംഗത്ത് ഇറങ്ങിയത്. മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉനൈസിന്റെ ഭാര്യയാണ് ഷാഹിദ. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ പേര് വെട്ടിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് പൂർത്തിയായി. ഇലക്ഷൻ കമ്മീഷൻ നീതി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയെന്നും പ്രചാരണവുമായി മുന്നോട്ട് പോകുമെന്നും ഹിയറിംഗിന് ശേഷം വൈഷ്ണവ പ്രതികരിച്ചു. അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരൻ ധനേഷ് കുമാർ വ്യക്തമാക്കി. കോഴിക്കോട് താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിനെതിരെ ജനങ്ങൾ നടത്തുന്ന സമരം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. രാഷ്ട്രീയക്കാർക്ക് താക്കീതായി പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവർ വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരേണ്ട എന്നാണ് ഫ്ലെക്സിൽ പറയുന്നത്. എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പലയിടങ്ങളിലും രാഷ്ട്രീയക്കാർക്ക് താക്കീതുമായി ഫ്ലെക്സുകൾ ഉയർന്നത്. ഫ്രഷ് കട്ടിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരത്തിന് നീതി വാങ്ങിത്തരാൻ തയ്യാറാവാത്ത ആരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് വരണ്ട എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. സമരപന്തലിലടക്കം വിവിധ പ്രദേശങ്ങളിൽ 10-ലധികം ഫ്ലെക്സ് ബോർഡുകളാണ് ഉയർന്നിട്ടുള്ളത്. സംഘർഷത്തിനു ശേഷവും ഫ്രഷ് കട്ട് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോഴും പ്രദേശവാസികൾക്കൊപ്പം പല രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഫ്രഷ് കട്ട് വിഷയത്തിൽ സജീവമായ ഇടപെടലാണ് പാർട്ടികൾ നടത്തിയത്. എന്നാൽ തങ്ങൾക്കിതുവരെ നീതി വാങ്ങിത്തരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശരിയായ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി മരിച്ച സംഭവത്തിൽ വീണ്ടും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ. മരിച്ച വേണുവിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കാൻ ആരോഗ്യവകുപ്പ് സംഘം ഇന്ന് എത്തുമെന്ന് അറിയിച്ചുവെങ്കിലും ആരും എത്തിയില്ല. തുടർന്ന് വേണുവിന്റെ കുടുംബം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരു തീയതിയിൽ വരാമെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നതിലും ആരോഗ്യവകുപ്പ് വരുത്തുന്ന വീഴ്ചകളിൽ നീതി നിഷേധിക്കപ്പെടുമോ എന്ന പേടിയിലാണ് വേണുവിന്റെ കുടുംബം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ അനാസ്ഥയിൽ മരിച്ച വേണുവിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കാൻ ആരോഗ്യവകുപ്പ് സംഘം എത്തുമെന്ന് കത്തിലൂടെയും ഫോൺ മുഖേനയും അറിയിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നായിരുന്നു ഈ വിവരം കുടുംബത്തെ അറിയിച്ചത്. ആരോഗ്യവകുപ്പ് സംഘം എത്തുമെന്ന് പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാതായതോടെ വേണുവിന്റെ ഭാര്യ സിന്ധു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചു. എന്നാൽ ആരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഈ സമയം സ്പീഡ് പോസ്റ്റ് മുഖാന്തരം മറ്റൊരു തീയതിയിൽ എത്താമെന്നുള്ള അറിയിപ്പ് ലഭിച്ചു. മൊഴിയെടുക്കാൻ എത്തേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിയില്ലെന്നും മൊഴിയെടുപ്പ് 20-ാം തീയതിയിലേക്ക് മാറ്റിയതായും തുടർന്ന് ആരോഗ്യവകുപ്പിൽ നിന്നും ഫോണിലൂടെ അറിയിക്കുകയുമായിരുന്നു. എന്നാൽ ഈ കത്ത് തയ്യാറാക്കിയത് 15-നാണെങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 17-നാണ്. തീയതി മാറ്റിയ വിവരം ഫോൺ മുഖേന അറിയിക്കാമായിരുന്നുവെന്ന വേണുവിന്റെ ഭാര്യ സിന്ധു ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകാതെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറി. 15-ാം തീയതി ആ ലെറ്റർ അവിടെ ടൈപ്പ് ചെയ്തതാണ്.
20-ാം തീയതി 11 മണിക്ക് സമയം പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ആ ടൈമിൽ മാം ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇന്ന് നടക്കത്തില്ല എന്നുള്ളത്. ഞാൻ ഓൾറെഡി അന്ന് ലീവായിരുന്നു. 18-ാം തീയതി സാറ് ഒപ്പിട്ടെങ്കിൽ സാറ് രാത്രിയാണ് ഈ ഓഫീസ് ഒപ്പിട്ടത്. 17-ാം തീയതി രാവിലെ വന്ന് ഞാനത് അയച്ചു. 17-ാം തീയതി രാവിലെ പിറ്റേന്ന് ഹോളിഡേ ആയിരുന്നില്ലേ, അടുത്ത 17-ാം തീയതി രാവിലെ മോർണിംഗ് വന്ന് ഞാനത് അയക്കുകയാണ് ചെയ്തത്. മനസ്സിലായി. അപ്പൊ ഫോൺ ചെയ്ത് പറയാതിരുന്നത്, ലെറ്ററിൽ ഫോൺ ചെയ്ത് പറയാതിരുന്നത് സമയവും ഇതും ആയില്ലല്ലോ, എവിടെ വെച്ചിട്ടാണെന്നുള്ളത്. അല്ല, നേരത്തെ ഡയറക്ടർ സാർ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മൊഴി നൽകാൻ 20-ാം തീയതി എത്തണമെന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ്. സ്ഥലം പിന്നീട് അറിയിക്കാമെന്നും DMO ഓഫീസിൽ നിന്നുള്ള പുതിയ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ വേണുവിന്റെ മരണാനന്തര കർമ്മങ്ങൾ കഴിയാതെ വീട്ടിൽ നിന്നും പോകാൻ കഴിയില്ലെന്നാണ് ഭാര്യ സിന്ധു പറയുന്നത്. ആദ്യമേ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 16 കഴിയാതെ എനിക്ക് പുറത്ത് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ എൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അവർ തന്നിരിക്കുന്ന ഡേറ്റ് 20-ാം തീയതി 11 മണിക്ക്. വെള്ളിയാഴ്ചയാണ് 16. എൻ്റെ ഹസ്ബൻഡ് 16 ഈ വെള്ളിയാഴ്ചയാണ്. അതിനുശേഷമേ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂ. ഈ 20-ാം തീയതി ആയാലും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്ലേസിൽ വെച്ച് നടത്താൻ പറഞ്ഞാൽ എനിക്ക് പോകാൻ സാധിക്കത്തില്ല. അന്വേഷണത്തിലെ അനാസ്ഥ അട്ടിമറി സൂചനയായി തോന്നുന്നുവെന്നാണ് സിന്ധുവും കുടുംബവും പറയുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ വേണു നെഞ്ചുവേദനയെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാതെ ഈ മാസം 5-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. തുടർന്ന് കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം. പാലത്തായി പീഡനക്കേസിൽ വിധി വന്നതിനെ തുടർന്ന് ചിലർ ദുഷ്ടലാക്കോടെ തനിക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്നും ഇത് തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും KK ശൈലജ. കുട്ടിക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. കേസിൽ ഇത്രയും നല്ലൊരു വിധി വന്നതാണോ ചിലർക്ക് പ്രശ്നമായതെന്ന സംശയമെന്നും ശൈലജ കണ്ണൂരിൽ പ്രതികരിച്ചു. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ വിദ്യാർത്ഥികളുടെ കേരള സംസ്ഥാന സമ്മേളനം കൊച്ചി അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ഫാർമസി കോളേജുകളിൽ നിന്നുമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും കൊച്ചി അമൃത ഹെൽത്ത് സയൻസസ് ക്യാമ്പസിൽ വെച്ച് നടന്ന ദ്വിദിന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻ കേരള PSC ചെയർമാനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. IPA കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജയശേഖരൻ P ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സബിത M, IPA കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോസഫ്, വൈസ് പ്രസിഡന്റ് MB ജോർജ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള വിവിധ കലാകായിക മത്സരങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി അമൃത ഹെൽത്ത് സയൻസസ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചിരുന്നു. കോർപ്പറേറ്റ് മെന്റർ വിഷ്ണു ലോണ ജേക്കബ്, അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ബ്രഹ്മചാരി ശിവാനന്ദൻ DS എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ സെഷനുകളും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ താരം ടിനി ടോം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചി അമൃത ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം നവംബർ 20 വരെ നാഷണൽ മയോപ്പിയ വീക്ക് 2025 ആചരിക്കുന്നു. വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സ്ക്രീനിംഗ്, വാക്കത്തോൺ, കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിൽ മയോപ്പിയയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ആദ്യ ദിവസം നടന്ന വാക്കത്തോണിന് ശേഷം കൊച്ചി അമൃത ആശുപത്രി അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന KV, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ അജോയ് മേനോൻ, ഒഫ്താൽമോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോപാൽ S പിള്ള, കൺസൾട്ടന്റ് ആൻഡ് ക്ലിനിക്കൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിൽ രാധാകൃഷ്ണൻ, അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ മനോജ് പ്രതാപൻ, പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ പ്രവീണ ശ്യാം എന്നിവർ മയോപ്പിയയുടെ വർദ്ധിച്ചുവരുന്ന വ്യാപനം, പ്രാരംഭ സ്ക്രീനിങ്ങിന്റെ ആവശ്യകത, കുട്ടികളുടെ കണ്ണുകൾക്കായി ആരോഗ്യമാർന്ന ഡിജിറ്റൽ ശീലങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് സന്ദേശങ്ങൾ പങ്കുവച്ചു. മയോപ്പിയ വാരാചരണത്തിന്റെ ഭാഗമായി അമൃത ആശുപത്രിയിൽ സൗജന്യ മയോപ്പിയ സ്ക്രീനിംഗ് നവംബർ 20 വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയും A ബ്ലോക്ക് ടവർ 1 ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒഫ്താൽമോളജി വകുപ്പിൽ നടക്കും. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ തടവുകാരെ ഉദ്യോഗസ്ഥർ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തടവുകാരെ നിരാഹാര സമരം ആരംഭിച്ചു. തടവിൽ കഴിയുന്ന സന്തോഷ്, വിവേക് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇരുവരുടെയും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിലും തടവുകാർ സമരം തുടർന്നത് തടഞ്ഞു. സംഭവത്തിൽ ജയിലിനു മുൻപിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധിച്ചു.
കഴിഞ്ഞ 13-ന് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറും തടവുകാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസഭ്യം പറഞ്ഞത് തടവുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ജയിൽ വാർഡനായ അഭിനവ്, ജോയിന്റ് സൂപ്രണ്ട് ശ്രീജിത്ത്, ഡെപ്യൂട്ടി സൂപ്രണ്ട് കിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ തടവുകാരനെ സംഘം ചേർന്ന് 4 മണിക്കൂറോളം മർദ്ദിക്കുകയായിരുന്നു. കാപ്പ കേസിൽ തടവുകാരനായ അസറുദ്ദീൻ, മാവോയിസ്റ്റ് കേസിൽപ്പെട്ട മനോജ് എന്നീ തടവുകാരെ മണിക്കൂറുകളോളം സംഘം ചേർന്ന് മർദ്ദിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ അസറുദ്ദീനെ കണ്ണൂരിലേക്കും മനോജിനെ പൂജപ്പുരയിലേക്കും മാറ്റി. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന DGPക്കും NIA കോടതിക്കും പരാതി നൽകിയതിനെ തുടർന്ന് വിയ്യൂർ, പൂജപ്പുര ജയിൽ സൂപ്രണ്ടുമാരോട് ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാൻ NIA കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ചികിത്സയിൽ കഴിയുന്ന തടവുകാരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും NIA കോടതി ഉത്തരവിട്ടിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് കൺവീനർ അനൂപ് ജോർജ് മാത്യു തിരുവനന്തപുരത്തെത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനോജിനെ കണ്ടതിനെ തുടർന്നാണ് മർദ്ദന വിവരങ്ങൾ പുറത്തറിയുന്നത്. ആ സമയം മനോജിന്റെ കണ്ണിനും പുറത്തുമാണ് ഗുരുതരമായ പരിക്കേറ്റിരുന്നത്. സംഭവത്തിൽ തടവുകാർക്ക് ആവശ്യമായ ചികിത്സ ഏർപ്പെടുത്താത്ത ജയിലധികൃതർ കോടതി ആവശ്യപ്പെട്ടിട്ടും ചികിത്സാരേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം പരിക്കുണ്ട്, കണ്ണിന് ഭീകരമായ പരിക്കുണ്ട്, അതിഭീകരമായ മർദ്ദനമാണ് ഈ രണ്ടുപേർക്കും ഏറ്റിട്ടുള്ളത്. അസറുദ്ദീനെ ആകട്ടെ പുറത്ത് ആശുപത്രിയിൽ പോലും കൊണ്ടുപോയിട്ടില്ല. അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയുമായാണ് ജയിൽ സൂപ്രണ്ടും ജയിലധികാരികളും മുന്നോട്ട് പോകുന്നത്. സമയം കഴിഞ്ഞിട്ടും ജയിലിൽ കയറാത്തത് ചോദ്യം ചെയ്തതിന് പ്രതികൾ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം. തടവുകാർ കമ്പി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച റെജി എന്ന തടവുകാരന് പരിക്കേറ്റുവെന്നും പോലീസ് പറയുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ശബരിമല വിശേഷങ്ങളിലേക്കാണ് ഇനി. ദീപാരാധനയുടെ സമയമാണ്. സന്നിധാനത്ത് അല്പസമയത്തിനകം ദീപാരാധന ആരംഭിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
ശബരിമലയിൽ ദീപാരാധന സമയമാണ്. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ്.